ചേഞ്ചിങ് എർത്ത് എന്ന ചാപ്റ്റർ നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്താ പഠിച്ചത്? എർത്തിൽ നടക്കുന്ന പലതരം മൂവ്മെൻറ്റുകളെ പറ്റി പഠിച്ചു അല്ലേ. നമുക്ക് തന്നെ എൻഡോജനിക് മൂവ്മെൻ്റ് എന്നും എക്സോജനിക് മൂവ്മെൻ്റ് എന്നും തിരിക്കാൻ പറ്റും. അതായത് ഭൂമിയുടെ സർഫസിന് അടിയിൽ നടക്കുന്നതാണെങ്കിൽ അത് എൻഡോജനിക്, സർഫസിന് പുറത്ത് നടക്കുന്നതാണെങ്കിൽ അത് എക്സോജനിക് എന്നിങ്ങനെ നമുക്ക് ഭൂമിയിലുള്ള മൂവ്മെൻറ്റുകൾ എതിരായിട്ട് തിരിക്കാം, രണ്ടായിട്ട് തിരിക്കാം. അത് നമ്മൾ എൻഡോജനിക് മൂവ്മെൻറ്റുകളെ പറ്റിയിട്ടാണ് വിശദമായിട്ട് പഠിച്ചത് അല്ലെ. എൻഡോജനിക് മൂവ്മെൻറ്റുകളെ നമുക്ക് വീണ്ടും രണ്ടായിട്ട് തിരിക്കാൻ പറ്റും. ഇതൊക്കെയാണ് ഡയസ്ട്രോഫിക് മൂവ്മെൻറ്റ് അഥവാ എന്താണ് സ്ലോ മൂവ്മെൻറ്റ് അല്ലെ, പതുക്കെ നടക്കുന്ന കാര്യങ്ങൾ. അതാണ് എപ്പിറോജനിക് അതുപോലെ ഓറോജനിക് എന്ന് രണ്ടായി തിരിക്കാം. പിന്നീട് വരുന്നതാണ് സഡൻ മൂവ്മെൻറ്റ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ സഡൻ മൂവ്മെൻറ്റുകളെ പറ്റിയിട്ടാണ് പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ സഡൻ മൂവ്മെൻറ്റ് എന്ന് പറയുമ്പോൾ അവിടെ രണ്ട് തരം മൂവ്മെൻറ്റുകളുണ്ടല്ലോ. ഒന്ന് നമ്മുടെ ഭൂകമ്പവും അതുപോലെ തന്നെ എന്താണ് അഗ്നിപർവ്വത അല്ലേ, അഗ്നിപർവ്വതങ്ങളും അഗ്നിപർവ്വതത്തിൻ്റെ പ്രവർത്തനം. അപ്പോൾ നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത് ഈ അഗ്നിപർവ്വതത്തിൻ്റെ പ്രവർത്തനങ്ങളെ പറ്റിയിട്ടാണ്. അപ്പോൾ അഗ്നിപർവ്വതങ്ങൾ അല്ലെങ്കിൽ വോൾക്കാനോസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പോൾ അത് ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, അതൊന്ന് മനസ്സിലാക്കണം അല്ലേ. അപ്പോൾ നമുക്ക് പ്രധാനമായിട്ടും സഡൻ മൂവ്മെൻറ്റുകൾ രണ്ടെണ്ണമാണ്, വോൾക്കാനോയും അതുപോലെ വരുന്നതാണ് എന്ത് എർത്തുക്വേക്കും. അതിലാദ്യം പഠിക്കാൻ പോകുന്നതാണ് എന്ത് വോൾക്കാനോ, അഗ്നിപർവ്വതം. അപ്പോൾ എന്താണ് അഗ്നിപർവ്വതം, എന്താണ് അഗ്നിപർവ്വതത്തിൽ നടക്കുന്നത്? അപ്പോൾ ഞാൻ ആദ്യം ഈ പറഞ്ഞ കാര്യം ഒന്ന് വിശദമായിട്ട് പറഞ്ഞുതരാം. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ടെക്സ്റ്റ് ബുക്കിലോട്ട് പോകാം. അപ്പോൾ മുന്നത്തെ ക്ലാസ്സിൽ ഞാൻ ഈ ഒരു കാര്യം നിങ്ങൾക്ക് പറഞ്ഞു തന്നതാണ് അല്ലേ. നമ്മുടെ ഭൂമി നമ്മളിങ്ങനെ എടുക്കുകയാണെങ്കിൽ ഭൂമിയെ നമുക്ക് 3 ലെയറുകളായിട്ടാണ് ഡിവൈഡ് ചെയ്യാനായിട്ട് പറ്റുന്നത്. ഇതൊക്കെയാണ് ഏറ്റവും പുറത്ത് കാണുന്നത് ക്രസ്റ്റ്, അതിൻ്റെ തൊട്ട് അകത്ത് കാണുന്ന ഒരു ഭാഗമുണ്ടല്ലോ, അത് നമ്മൾ എന്ത് വിളിക്കും, മാൻറ്റിൽ എന്ന് വിളിക്കും അല്ലെ. എന്ത് വിളിക്കും, മാൻറ്റിൽ എന്ന് വിളിക്കും. മാൻറ്റിൽ കഴിഞ്ഞാൽ ഏറ്റവും നടുക്കായിട്ട് കാണുന്ന ഈ ഒരു ഭാഗമാണ് കോർ. ക്രസ്റ്റിനെ നമ്മൾ എന്ത് വിളിക്കും, ഭൂവൽക്കം എന്ന് വിളിക്കും അല്ലേ, ഭൂവൽക്കം അല്ലേ. അപ്പോൾ ഏറ്റവും പുറത്ത് ക്രസ്റ്റ്, അത് കഴിഞ്ഞിട്ട് വരുന്നത് മാൻറ്റിൽ, അത് കഴിഞ്ഞ് വരുന്നതാണ് എന്ത് കോർ. ഇനി ഇതിനെ നമ്മളിങ്ങനെ നൂത്ത് വരയ്ക്കുകയാണെങ്കിൽ ഈ പറയുന്ന ക്രസ്റ്റും മാൻറ്റിലിൻ്റെ അപ്പർ പോർഷനും കൂടെ ചേർന്നു, ഈ പറയുന്ന ക്രസ്റ്റും അതുപോലെ തന്നെ ഈ താഴെ വരെ എന്തുണ്ട്, മാൻറ്റിലുണ്ട് കേട്ടോ. ഈ മാൻറ്റിൽ അപ്പർ മാൻറ്റിലെന്നും ലോവർ മാൻറ്റിലെന്നും നമ്മൾ രണ്ടായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ പറയുന്ന ക്രസ്റ്റും മാൻറ്റിലിൻ്റെ അപ്പർ പോർഷനെയും കൂടി ചേർത്തിട്ട്, അല്ലെങ്കിൽ ഈ പറയുന്ന സ്ഥലത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ പാറകൾ കൊണ്ടാണ് ഈ സ്ഥലം നിർമ്മിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ പറയുന്ന സ്ഥലത്ത് നമ്മൾ എന്ത് വിളിക്കും, ശിലാമണ്ഡലം അല്ലെങ്കിൽ എന്ത് വിളിക്കും, ലിത്തോസ്ഫിയർ എന്ന് വിളിക്കും. എന്ത് വിളിക്കും, ലിത്തോസ്ഫിയർ എന്ന് വിളിക്കും. ഈ ലിത്തോസ്ഫിയറിൻ്റെ താഴെയായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ നമുക്ക് ഉരുകിയ പാറകളാണ് കാണാൻ പറ്റുന്നത്. മോൾട്ടൺ റോക്ക് എന്ന് നമ്മൾ ഇംഗ്ലീഷിൽ പറയും. അതിനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ഈ ലെയറിനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, അസ്തനോസ്ഫിയർ എന്ന് വിളിക്കും. എന്ത് വിളിക്കും, അസ്തനോസ്ഫിയർ എന്ന് വിളിക്കും. അപ്പോൾ നമ്മുടെ ഭൂമി എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഭൂമി എങ്ങനെയാണ്, നമ്മുടെ ഈ ഒരു മുട്ട എടുത്തിട്ട് മുറിക്കുമ്പോൾ വെള്ളക്കരു കാണത്തില്ലേ, ആ വെള്ളക്കരു പോലെ ഇങ്ങനെ കാണുന്നതാണ് ലിത്തോസ്ഫിയർ. നടുക്ക് മഞ്ഞക്കരു അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഭാഗം എന്ന് പറഞ്ഞാൽ വേണമെങ്കിൽ എന്ത് വിളിക്കാം, അസ്തനോസ്ഫിയർ എന്ന് വിളിക്കാം. ഊഹിക്കാൻ വേണ്ടി മാത്രം പറഞ്ഞ കാര്യമാണ്. അപ്പോൾ ഇങ്ങനെ ഈ ലിത്തോസ്ഫിയർ നമ്മൾ എടുക്കുമ്പോഴത്തേക്കും വീണ്ടും പ്രശ്നമാണ് അല്ലേ. ലിത്തോസ്ഫിയർ നമ്മൾ വിചാരിക്കും അപ്പോൾ എന്താണ്, ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഒരു ലെയറാണ് നമ്മുടെ ലിത്തോസ്ഫിയർ എന്ന്. എന്നാൽ അങ്ങനെ അല്ല. ഈ ലിത്തോസ്ഫിയർ അവിടെ എവിടെയായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, അതിന് ചില പൊട്ടലുകളൊക്കെ ഉണ്ട്. അതായത് ഈ പറയുന്ന ഓരോ ലിത്തോസ്ഫിയറും ഓരോ പ്ലേറ്റുകളായിട്ടാണ് കാണുന്നത്. ഇതായിട്ട് കാണുന്നത് പ്ലേറ്റുകളായിട്ടാണ് കാണുന്നത്. ഈ പ്ലേറ്റിൻ്റെ അടിയിലായിട്ടാണെങ്കിലും എന്തുണ്ട്, നമ്മുടെ മാഗ്മ ഇങ്ങനെ നിറഞ്ഞു നിൽപ്പുണ്ട്. അപ്പോൾ ചിലപ്പോൾ എന്ത് പറ്റും, ഈ പ്ലേറ്റ് മാർജിൻ അല്ലെങ്കിൽ പ്ലേറ്റുകൾ ചേരുന്ന ഈ പറയുന്ന ഇടയിലൂടെ എന്ത് പറ്റുമെന്ന് വെച്ചാൽ ഈ മാഗ്മ ഇങ്ങനെ പുറത്തേക്ക് വരും. അങ്ങനെ മാഗ്മ പുറത്തേക്ക് വന്ന് ഇങ്ങനെ ഇരുവശങ്ങളിലോട്ടും വീണ് കഴിയുമ്പോഴത്തേക്കും ഈ ഭാഗത്തായിട്ട് ഇത് ഇങ്ങനെ ഒരു മല ഉണ്ടാകും, ഒരു മൗണ്ടൻ ഉണ്ടാകും. എന്നിട്ട് വീണ്ടും ഈ പറയുന്ന മാഗ്മ ഈ പറയുന്ന സ്ഥലത്തൂടെ ഇങ്ങനെ പോകും. നമ്മുടെ ദീപാവലിക്ക് കൊരയാപ്പൊക്കെ വയ്ക്കുമ്പോൾ അല്ലേ, തീ തെറിച്ചു പോകുന്ന പോലെ ചിലപ്പോൾ എന്ത് ചെയ്യും, ഇവിടെ നിന്ന് ഇങ്ങനെ പുറത്തേക്ക് മാഗ്മ വരും. ഇങ്ങനെ വരുന്ന സ്ഥലങ്ങളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, വോൾക്കാനോ എന്ന് വിളിക്കുന്നത്. എന്ത് വിളിക്കുന്നത്, വോൾക്കാനോ. അപ്പോൾ ഭൂമിയെ ക്രസ്റ്റ്, മാൻറ്റിൽ, കോറ്, ക്രസ്റ്റും മാൻറ്റിലിൻ്റെ അപ്പർ പോർഷൻ കൂടി ചേർന്ന് വിളിക്കുന്ന പേര് ലിത്തോസ്ഫിയർ. ലിത്തോസ്ഫിയറിൻ്റെ താഴെ ഇരിക്കുന്നത് അസ്തനോസ്ഫിയർ. അസ്തനോസ്ഫിയറിൽ കാണുന്ന ഉരുകിയ പാറയെ വിളിക്കുന്ന പേര് മാഗ്മ. ഈ മാഗ്മ ഈ പറയുന്ന ക്രാക്കുകളിലൂടെയോ പൊട്ടലിലൂടെയോ പുറത്തേക്ക് വരുമ്പോൾ ഇതിനെ വിളിക്കുന്ന പേര് ലാവ. എന്താണ്, ലാവ. അപ്പോൾ ഈ ലാവ വരുന്ന സ്ഥലങ്ങളെയാണ് നമ്മൾ വോൾക്കാനോ എന്ന് വിളിക്കുന്നത്. അപകടകാരിയാണോ എന്ന് ചോദിച്ചാൽ അപകടകാരിയാണ്.
കാരണം ഈ ഉരുകി വരുന്ന സാധനം എന്ന് പറയുന്നത് വളരെയധികം ഹൈ ടെമ്പറേച്ചറിലുള്ള ഒരു സാധനമാണ്. മാത്രമല്ല ഇതിനോടൊപ്പം ഒരുപാട് ചാരം, വോൾക്കാനിക് ആഷും എന്ത് ചെയ്യും, ആകാശത്തേക്ക് തെറിച്ചു പോകും. അതും ഭയങ്കര ഇമ്പാക്റ്റ് നമ്മുടെ ജീവിതത്തിലുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ മാഗ്മ അല്ലെങ്കിൽ ലാവ അല്ലെങ്കിൽ നമ്മുടെ അഗ്നിപർവ്വതങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ അഗ്നിപർവ്വതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാമല്ലോ എന്താണ് അഗ്നിപർവ്വതം. കണ്ടോ, ഈ ഉരുകി ഈ തീ കത്തി വരുന്ന സാധനം എന്ന് പറയുന്നതാണ് എന്ത്, ലാവ. ലാവ തണുത്തു അറ്റ്മോസ്ഫിയറായിട്ട് ചേരുമ്പോൾ പെട്ടെന്ന് തണുത്തിട്ട് പാറകളായിട്ട് മാറും. കണ്ടോ, ഇത് പണ്ട് നേരത്തെ ഒഴുകിപ്പോയൊരു സ്ഥലമാണ്. ആ സ്ഥലത്ത് ഈ മാഗ്മ തണുക്കുമ്പോൾ വീണ്ടും പാറ, ഉരുകിയ പാറ എന്ന് പറയുമ്പോൾ പാറ വീണ്ടും കട്ടിയാകുമ്പോൾ എന്തായിട്ട് മാറും, അല്ലെങ്കിൽ ലാവ വീണ്ടും കട്ടിയായിട്ട് മാറുമ്പോൾ എന്തായിട്ട് മാറും, പാറ അല്ലെങ്കിൽ എന്തായിട്ട് മാറും, റോക്കായിട്ട് മാറത്തില്ലേ. ഇത്തരം പാറകളെയാണ് നമ്മൾ ഇഗ്നിയസ് റോക്ക് എന്ന് വിളിക്കുന്നത്. എന്ത് വിളിക്കുന്നത്, ഇഗ്നിയസ് റോക്ക് എന്ന് വിളിക്കുന്നത്. ഈ ചാപ്റ്റർ തന്നെ പഠിക്കും കേട്ടോ, പേടിക്കണ്ട. അപ്പോൾ അഗ്നിപർവ്വതങ്ങളുടെ ഈ പറയുന്നത് കാര്യം നോക്കാം. അപ്പോൾ ഭൂമിയുടെ ഏറ്റവും പുറം പാളി അഥവാ ഭൂവൽക്കം, ക്രസ്റ്റ്, അത് മാൻഡിലിൻ്റെ ഉപരിഭാഗവും കൂടി ചേർന്ന് വിളിക്കുന്ന പേരാണ് ശിലാമണ്ഡലം അഥവാ ലിത്തോസ്ഫിയർ എന്ന് പറയുന്നത്. മലയാളം മീഡിയം കുട്ടിയൊക്കെ കിട്ടുന്നുണ്ടാവുമല്ലോ. എന്നാൽ നിങ്ങൾക്ക് ഈ പറയുന്ന ഇതിന് 100ഓളം കിലോമീറ്ററാണ് ഇതിൻ്റെ തിക്നെസ് എന്ന് പറയുന്നത്. അതായത് ഈ പറയുന്ന ഭാഗത്തിൻ്റെ തിക്നെസ് എന്ന് പറയുന്നത് ഏതാണ്ട് എത്രത്തോളം, ഏതാണ്ട് 100 കിലോമീറ്ററോളാണ് എന്ത് ചെയ്യുന്നത്, വരുന്നത്. ഓക്കെ, ഇതിന് തൊട്ട് താഴെ ഖരാവസ്ഥയിലുള്ള ഈ പാളിയുടെ തൊട്ട് താഴെ ശിലകൾ ദ്രാവക അവസ്ഥയിൽ സ്ഥിതി ചെയ്യുന്ന അസ്തനോസ്ഫിയർ ഉണ്ട്. എന്തുകൊണ്ട്, അസ്തനോസ്ഫിയർ ഉണ്ട്. അപ്പോൾ ഈ വിള്ളലുകളിലൂടെയൊക്കെ ഈ അസ്തനോസ്ഫിയറിലുള്ള മാഗ്മ പുറത്തേക്ക് വരും. വാതകങ്ങളും അതുപോലെ എന്താണ് ശിലാദ്രവ്യങ്ങളും ഒക്കെ എന്ത് ചെയ്യും, പുറത്തേക്ക് വരും. അങ്ങനെ പുറത്തേക്ക് വരുന്ന സ്ഥലങ്ങളാണ് എന്തെന്ന് പറയുന്നത്, അഗ്നിപർവ്വതങ്ങൾ അല്ലെങ്കിൽ വോൾക്കാനോസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതിൽ നിന്ന് വരുന്ന വസ്തുക്കൾ നമ്മൾ അഗ്നിപർവ്വത വസ്തുക്കൾ എന്നും പറയും. എന്ത് പറയും, അഗ്നിപർവ്വത വസ്തുക്കളെന്നും പറയും. അപ്പോൾ ഇതാണ് വോൾക്കാനോ. അപ്പോൾ എന്താണ് വോൾക്കാനോ എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻഡോജനിക് ഫോഴ്സുകളുടെ ഫലമായിട്ടുണ്ടാകുന്ന ഒന്നാണ് വോൾക്കാനോ. വോൾക്കാനോ ഒരുപാട് പ്രശ്നങ്ങൾ നമ്മുടെ ലൈഫിൽ ഉണ്ടാക്കാറുണ്ട്, നമ്മുടെ അല്ല, അതിൻ്റെ അടുത്ത് താമസിക്കുന്ന ആൾക്കാരുടെ. എന്നാൽ പണ്ട് ഈ പറയുന്ന ക്രാക്കറ്റോവ എന്ന് പറഞ്ഞ സ്ഥലത്ത് നടന്നൊരു അഗ്നിപർവ്വത വിസ്ഫോടനം ഭൂമിയിൽ മൊത്തത്തിൽ അന്ന് ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്, കാലാവസ്ഥ വരെ മാറ്റിയിട്ടുണ്ട്. സോ ചിലക്കാരനല്ല. അപ്പോൾ എന്തുവാണ് നമ്മൾ പറയുന്നത്, അപ്പർ ലെയർ ഓഫ് ദ എർത്ത് എന്ന് പറയുന്ന ക്രസ്റ്റും അതുപോലെ തന്നെ അപ്പർ പോർഷൻ ഓഫ് ദ മാൻഡിലും കൂടെ ചേർന്ന് വിളിക്കുന്ന പേരാണ് ലിത്തോസ്ഫിയർ. 100 കിലോമീറ്റർ തിക്നെസ് കിട്ടിക്കാണുമല്ലോ. അതിന് തൊട്ട് താഴെ കാണുന്നതാണ് എന്ത്, അസ്തനോസ്ഫിയർ. അവിടെ റോക്കുകൾ സെമി ലിക്വിഡ് സ്റ്റേറ്റിൽ അഥവാ ഉരുകിയ അവസ്ഥയിൽ കാണപ്പെടുന്നു. അപ്പോൾ എന്ത് പറ്റും, ഈ പറയുന്ന ചില ഭാഗങ്ങളിലൂടെ മാഗ്മ സർഫസിലേക്ക് വരും. എന്തിലൂടെ, ഹോളുകളിലൂടെ, ക്രാക്കുകളിലൂടെ, അല്ലെങ്കിൽ വീക്കർ പോർഷൻസ് ഓഫ് ദ ലിത്തോസ്ഫിയറിലൂടെ. അപ്പോൾ ഇങ്ങനെ പുറത്തു വരുന്ന മെറ്റീരിയലിനെ നമ്മൾ എന്ത് വിളിക്കും, ലാവ എന്ന് വിളിക്കും. ഈ ഓപ്പണിങ്ങുകളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, വോൾക്കാനോസ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ അതിലെന്തൊക്കെ വരും, മാഗ്മ വരും, ആഷ് വരും. ഓക്കെ, പൈറോ ക്ലാസ്റ്റിക് മെറ്റീരിയൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ പാറയുടെ തരികൾ എന്നാണ്. അതുപോലെ ഡസ്റ്റും വാട്ടർ വേപ്പറും ഒക്കെ വരും. ആ വരുന്ന സ്ഥലങ്ങൾ വിളിക്കുന്ന പേര് വോൾക്കാനോസ്. ആ വരുന്ന മെറ്റീരിയൽ വിളിക്കുന്ന പേര് വോൾക്കാനിക് മെറ്റീരിയൽ. ഇനി ഭൂമിക്ക് അടിയിൽ നിൽക്കുമ്പോൾ മാഗ്മ എന്ന് വിളിക്കും, പുറത്ത് വരുമ്പോൾ അതിന് എന്ത് വിളിക്കും, ലാവ എന്ന് വിളിക്കും. സെറ്റ് അല്ലേ, ഓക്കെ അല്ലേ. അപ്പോൾ ഇതാണ് സംഭവം എന്ന് പറയുന്നത്. കണ്ടോ, ഇതാണ് ഒരു അഗ്നിപർവ്വതം എന്ന് പറയുന്നത്. മാഗ്മ ചേംബറിൽ നിന്ന് മാഗ്മ പുറത്തേക്ക് വരും. ജസ്റ്റ് ഇത്രയും നോക്കി വെച്ചാൽ ബാക്കി നിങ്ങൾക്ക് എക്സ്ട്രാ ആക്ടിവിറ്റിയാണ്, നിങ്ങൾ സൗകര്യം പോലെ ചെയ്യുക. അപ്പോൾ ഈ പറയുന്ന മാഗ്മ വരുന്ന വോൾക്കാനോസ് നമ്മുടെ ഭൂമിയിൽ എവിടെയൊക്കെയാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത് നോക്കിയേ. അപ്പോൾ നമുക്കിവിടെ നോക്കിയേ കാണാൻ പറ്റും. നമ്മുടെ ഈ പറയുന്ന പ്ലേറ്റുകൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ലിത്തോസ്ഫിയർ എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂസ് അല്ല, അത് പല പല പീസുകളായിട്ടാണ് കാണുന്നത്. ഓരോ പീസിനെ നമ്മൾ എന്ത് വിളിക്കും, ലിത്തോസ്ഫിയറിക് പ്ലേറ്റുകൾ എന്ന് വിളിക്കും. ഈ പ്ലേറ്റുകൾ തെന്നി മാറുന്ന കാരണമാണ് ഭൂകമ്പം ഉണ്ടാകുന്നതും അഗ്നിപർവ്വത വിസ്ഫോടനം ഉണ്ടാകുന്നതും. അപ്പോൾ ഈ പറയുന്ന അഗ്നിപർവ്വതം എങ്ങനെയാണ് ഉണ്ടാകുന്നത്, ഇതിനിടയിലൂടെ മാഗ്മ പുറത്തേക്ക് വരുമ്പോഴാണ്. അപ്പോൾ കൂടുതലായിട്ടും ഇതെവിടെയായിപ്പോൾ കാണുന്നത്, പ്ലേറ്റ് മാർജിനുകളിലായിരിക്കൂലേ, അവിടെയല്ലേ പൊട്ടലുള്ളത്. ഈ പൊട്ടലിൻ്റെ ഇടയിലൂടെ ആയിരിക്കത്തില്ലേ ഈ മാഗ്മ എന്ത് ചെയ്യുന്നത്, പുറത്തേക്ക് വരുന്നത്. അങ്ങനെ ഈ പറയുന്ന പൊട്ടലുകൾക്കിടയിലൂടെ എന്ത് പുറത്തേക്ക് വരും, മാഗ്മ പുറത്തേക്ക് വരും. അപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഭൂമിയിൽ നമുക്ക് ഈ പ്ലേറ്റുകൾ രണ്ടായിട്ട് തിരിക്കാം. ഒന്ന് വലിയ ഒരുപാട് ആയിരക്കണക്കിന് കിലോമീറ്റർ തിക്നെസ് ഉള്ള പ്ലേറ്റ് ഉണ്ട്, നമ്മളതിനെ എന്ത് വിളിക്കും, മേജർ പ്ലേറ്റ് എന്ന് വിളിക്കും. അതുപോലെ ചെറിയ പ്ലേറ്റുകളുണ്ട്, മൈനർ പ്ലേറ്റ് എന്ന് വിളിക്കും. അപ്പോൾ നമുക്ക് ലിത്തോസ്ഫിയർ പ്ലേറ്റുകൾ എത്ര ഡിവൈഡ് ചെയ്യാം, വലുത് ലാർജ് പ്ലേറ്റ് ആയിട്ടുള്ള എന്താണ്, ലാർജ് പ്ലേറ്റുകളും ഉണ്ട്, അതുപോലെ എന്താണ് മേജർ പ്ലേറ്റും ഉണ്ട്, മൈനർ പ്ലേറ്റും ഉണ്ട്. ഈ മേജർ പ്ലേറ്റുകളുടെയൊക്കെ ഈ പറയുന്ന ബോർഡറിൻ്റെ റീജിയനിലാണ് കൂടുതലായും നമുക്ക് എന്ത് കാണാൻ പറ്റുന്നത്, ഈ പറയുന്ന വോൾക്കാനോസ് കാണാൻ പറ്റുന്നത്. മനസ്സിലായി കാണുമല്ലോ. അപ്പോൾ ഇവിടെ കൂടുതലും ഈ പറയുന്ന അഗ്നിപർവ്വതം നമ്മൾ നോക്കിയാൽ കണ്ടോ, പസഫിക് സമുദ്രമാണ് ഈ കാണുന്നത്. ഇത് ഇന്ത്യ, ഓക്കെ, ഇത് നമ്മുടെ അമേരിക്ക, ഇത് സൗത്ത് അമേരിക്ക. അപ്പോൾ ഈ പറയുന്ന പസഫിക്, അതായത് ഏഷ്യയ്ക്കും
ഈ പറഞ്ഞ അമേരിക്കയുടെ കാണുന്ന ഈ പസഫിക് ഓഷൻ്റെ ഭാഗത്തായിട്ട് ഇത് ഇത്രയും വോൾക്കാനോസ് ഉള്ള റീജിയൻ ഉണ്ട്. ഇതിനെ വിളിക്കുന്ന പേരാണ് പസഫിക് റിംഗ് ഓഫ് ഫയർ. എന്തുവാണ്? പസഫിക് റിംഗ് ഓഫ് ഫയർ എന്ന് വിളിക്കുന്നത്. അതുപോലെ നമ്മുടെ ഇന്ത്യയുടെ ഈ പറയുന്ന ബാരൻ ഐലൻഡ് എന്ന് പറയുന്ന ആൻഡമാൻ നിക്കോബാർ ഐലൻഡിൽ ഒരു വോൾക്കാനോ ഉണ്ട് കേട്ടോ. ബാരൻ ഐലൻഡ് എന്ന് പറയുന്ന ഭാഗത്ത് നമുക്ക് ഇന്ത്യക്കും ഒരു വോൾക്കാനോ സ്വന്തമായിട്ട് ഉണ്ട്. അങ്ങോട്ടൊന്നും പോകാൻ പറ്റത്തില്ല, ദൂരെ നിന്ന് കപ്പലിൽ പോയി കണ്ടിട്ട് വരാൻ പറ്റും. നിങ്ങൾ യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ മതി, കിട്ടും. ഓക്കെ. അപ്പോൾ എന്താണ്, ഈ എർത്ത് ലിത്തോസ്ഫിയറിൽ പല സെവറൽ മേജർ പ്ലേറ്റുകളുണ്ട്. അപ്പോൾ അതിൻ്റെ മാർജിനിലാണ് ടെക്ടോണിക് ആക്ടിവിറ്റീസ് കാരണം ഇതുണ്ടാകുന്നത്. ജസ്റ്റ് അതൊക്കെ ഒന്ന് വായിച്ചു വിട്ടാൽ മതി. ഇവിടെ വേറെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് ഇതാണ്, വോൾക്കാനോസ് ആൻഡ് ഹ്യൂമൻ ലൈഫ്. ഓക്കെ. അപ്പോൾ വോൾക്കാനിക് എക്സ്പ്ലോഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഹ്യൂമൻ സെറ്റിൽമെൻറ്റുകൾ അടുത്താണെങ്കിൽ, അങ്ങനെയല്ല, വോൾക്കാനോയുടെ അടുത്ത് നമ്മൾ ഹ്യൂമൻ സെറ്റിൽമെൻറ്റ് ഉണ്ടാക്കുകയാണെങ്കിൽ ഈ പറയുന്ന വോൾക്കാനോ ഇറപ്റ്റ് ചെയ്യുമ്പോൾ അവിടെ എന്തുണ്ടാവും? ജീവനും സ്വത്തിനും ഒക്കെ നഷ്ടങ്ങളുണ്ടാകും. അത് ഹ്യൂമൻ ലൈഫിനെ മോശമായിട്ട് അഫക്റ്റ് ചെയ്യുകയും ചെയ്യും. ഈ ലാവ എന്ന് പറയുന്ന സാധനം ഒഴുകി പോകുന്ന എന്താണ്? തിളച്ച ഒരു സാധനം ഒഴുകി പോകുന്നത്. അപ്പോൾ ഇത് ഒഴുകുന്ന സ്ഥലത്ത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ കരിഞ്ഞ് നശിച്ചു പോകും. ആള് പെട്ടാൽ ആരും എന്ത് ചെയ്യും? മരിക്കും. ഓക്കെ. അങ്ങനെ ആൾക്കാർക്ക് വീടില്ലാതെയും ജോലി ഇല്ലാതെയൊക്കെ ആകും. അപ്പോൾ നിങ്ങൾ വിചാരിക്കുക അത്രയേ ഉള്ളൂ, ചെറിയ വിഷയമാണോ എന്ന് ചോദിച്ചാൽ അങ്ങനെ അല്ല. പണ്ട് 1883 ക്രാക്കറ്റോവ എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. എന്തുവാണ്? ക്രാക്കറ്റോവ എന്ന് പറയുന്ന ഒരു ഐലൻഡാണ്. എവിടെയാണ് ഈ ഐലൻഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്തോനേഷ്യയിലെ സുമാത്ര, ജാവ എന്നൊക്കെ പറയുന്ന ദ്വീപുകളുടെ ഇടയിലായിട്ട് കാണുന്ന ഒരു ഐലൻഡ് ആയിരുന്നു ഈ ക്രാക്കറ്റോവ എന്ന് പറയുന്നത്. ആ ഐലൻഡിൽ എന്തുണ്ടായിരുന്നു? ഒരു അഗ്നിപർവ്വതം ഉണ്ടായിരുന്നു. ജനങ്ങളൊക്കെ സാധാരണ അതിൻ്റെ ഈ പറയുന്ന ഫൂട്ട് ഹിൽസിലും തൊട്ടടുത്ത ഐലൻഡിലും ഒക്കെ താമസിക്കുമായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് ഇവിടുന്ന് ചിലപ്പം കുറച്ച് പുകയും കാര്യങ്ങളൊക്കെ പുറത്ത് പോവുമെങ്കിലും ഒരു ഡേഞ്ചറാണെന്ന് വിചാരിച്ചിരുന്നില്ല. പക്ഷെ 1883 എന്ത് പറ്റിയെന്ന് വെച്ചാൽ ആദ്യം കുറച്ച് ഇടയ്ക്കിടയ്ക്കൊക്കെ എന്ത് പറ്റി? കുറച്ച് മാഗ്മ ലാവയൊക്കെ ഇവിടുന്ന് വരാൻ തുടങ്ങി. ആൾക്കാർ ചെറിയ സംഭവമാണെന്ന് വിചാരിച്ചിരുന്നു. പക്ഷേ പെട്ടെന്നൊരു ദിവസം എന്ത് ചെയ്തു? ഇതങ്ങ് പൊട്ടിത്തെറിച്ചു എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 36,000 പേരാണ് മരിക്കുന്നത്. നമ്മുടെ ഭൂമിയിൽ ഇതുവരെ കേട്ടിട്ടുള്ള ശബ്ദത്തിൽ ഏറ്റവും ശക്തമായ ശബ്ദം എന്ന് പറയുന്നതിലൊന്ന് ഈ പറയുന്ന അഗ്നിപർവ്വതം ഒന്ന് പൊട്ടിയപ്പോഴാണ്. അതായത് ഇത് നമ്മുടെ ഇന്ത്യൻ സമുദ്രത്തിൻ്റെ ഭാഗത്താണെങ്കിൽ, നമ്മുടെ പസഫിക് സമുദ്രവും ഇന്ത്യൻ സമുദ്രവും ചേരുന്ന ആ ഒരു ഭാഗത്താണെങ്കിലും ഇതിന് ശബ്ദം അമേരിക്ക വരെ കേട്ടു എന്നൊക്കെ പറയുന്നത്. ഈ ശബ്ദത്തിൻ്റെ തരംഗങ്ങൾ ഷോക്ക് വേവ്സ് ഭൂമി മൊത്തം ചുറ്റി എന്നൊക്കെ പറയപ്പെടുന്നുണ്ട്. സോ വളരെ വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു സംഭവം തന്നെയാണ് ഈ പറയുന്ന വോൾക്കാനോസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് ഇവിടെ പറയുന്നത്. നോക്കിയത് എന്താണ്? 36,000 people lost their lives due to the Krakatoa volcanic eruption 1833. Most of the Krakatoa island located between the Java and Sumatra in Indonesia collapsed into the sea after the eruption. പക്ഷേ ഈ പറയുന്ന ഭാഗം അങ്ങ് പൊട്ടി നശിച്ചു പോയി. അതിൻ്റെ ഫുട്ടേജ് ഒന്നും ഇല്ല, നമുക്ക് വീഡിയോ ഒന്നും കാണാൻ പറ്റത്തില്ല. പക്ഷേ അനിമേഷൻസ് ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കാണാനായിട്ട് സാധിക്കും. ഓക്കെ. അപ്പോൾ വോൾക്കാനിക് എറപ്ഷൻ എന്ന് പറയുന്നത് ഹൈലി ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു സംഭവമാണ്. അത്രയെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യണം? മനസ്സിലാക്കണം. അപ്പോൾ വോൾക്കാനോയുടെ അപകടങ്ങൾ പ്രിവെൻറ്റ് ചെയ്യാൻ എന്തൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും? ഈ ചോദ്യം ഉറപ്പായിട്ട് നമുക്ക് പരീക്ഷയ്ക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ നമുക്കറിയാം അഗ്നിപർവ്വത വിസ്ഫോടനമൊന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നൊരു സാധനമല്ല. ഭൂകമ്പം പോലെ തന്നെ ഇതൊന്നും നമുക്ക് ഇന്ന ദിവസം വരുമെന്നോ എപ്പോൾ വരുമെന്നോ ഒന്നും പറയാൻ പറ്റത്തില്ല. പക്ഷേ എന്ത് പറയാൻ പറ്റും? അതിൻ്റെ ഇൻറ്റൻസിറ്റി കുറയ്ക്കാനായിട്ട് വഴികൾ പറ്റും. എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ സയൻറ്റിഫിക് മെത്തേഡിലൂടെ നമുക്ക് ഇതിൻ്റെ ഏരിയാസ് കണ്ടെത്താൻ പറ്റും. ഇനി ആ ഏരിയാസിൽ എന്ത് ചെയ്യുക? വീട് വയ്ക്കുന്നതും അതുപോലെ അവിടെ താമസിക്കുന്നതും ടൂറിസവും ഒക്കെ എന്ത് ചെയ്യുക? അങ്ങ് നിരോധിച്ചാൽ മതി. ജനങ്ങൾ അവിടെ പോകുമ്പോഴല്ലേ പ്രശ്നം ഉണ്ടാവുന്നുള്ളൂ, അല്ലേ? കാടിനകത്തൊരിടത്ത് ഉരുൾപൊട്ടിയാൽ അതൊരു ദുരന്തമല്ല. പക്ഷെ മനുഷ്യനുള്ള മേഖലയിൽ ഉരുൾപൊട്ടിയാൽ അത് ദുരന്തമാണ്. അതുപോലെ അഗ്നിപർവ്വത പൊട്ടും, അത് പറയാനൊന്നും പറ്റത്തില്ല. പക്ഷെ അത് പൊട്ടാൻ ചാൻസ് ഉള്ളതുകൊണ്ട് വീട് വയ്ക്കാതെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം? ആ പറയുന്ന ഇൻറ്റൻസിറ്റി കുറയ്ക്കാനായിട്ട് പറ്റും. അതുപോലെ സയൻറ്റിഫിക് ഇൻസ്ട്രുമെൻസിൻ്റെ സഹായത്തോടെ ഏർലി വാർണിങ്സ് നമുക്ക് കിട്ടും. നിങ്ങൾ ഈ ജാവ, സുമാത്ര എന്ന് പറയുന്നത് നിങ്ങൾ എവിടെയോ മുമ്പ് കേട്ടിട്ടുണ്ട്. നമ്മുടെ ഇന്ത്യയിൽ ഒരു സുനാമി വന്നു 2004. ആ സുനാമി വന്നപ്പോഴും ഈ പറയുന്ന ഭാഗത്തുണ്ടായ ഒരു ഭൂചലനത്തിൻ്റെ ഫലമായിട്ടാണ് നമുക്കന്ന് സുനാമി ഉണ്ടായത്. അപ്പോൾ ഇവിടെ എന്താണ്? ഒരു സീസ്മിക്കലി ആക്റ്റീവ് ആയിട്ടുള്ള ഒരു ഏരിയ ആണെന്നെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? മനസ്സിലാക്കി വെക്കണം. കണ്ടോ? ഇവിടെ ഒക്കെയാണ് ഈ ജാവ, സുമാത്ര ദ്വീപുകൾ എന്ന് പറഞ്ഞ് ഇവിടെയാണ്. കണ്ടോ? അഗ്നിപർവ്വതങ്ങളുടെ കൂട്ടമാണ് ഇവിടെ. അപ്പോൾ ഇവിടെ പണ്ടുണ്ടായ ഒരു അഗ്നിപർവ്വതം തന്നെയാണ് എന്ത് ചെയ്തത്? അതിൻ്റെ അലയടിച്ച് നമ്മുടെ ഇന്ത്യയിലൊക്കെ സുനാമി ആയിട്ട് വന്നത്. അപ്പോൾ ഇവിടെ പ്രശ്നമുള്ളൊരു മേഖലയാണ്. അപ്പോൾ അത് മനസ്സിലാക്കി വെക്കണം. ഓക്കെ. അപ്പോൾ അഗ്നിപർവ്വതങ്ങൾ മനുഷ്യ ജീവിതത്തിൻ്റെയും ഈ ഭാഗം മലയാളവും ഇംഗ്ലീഷിലും പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നുമില്ല. നിങ്ങൾ വായിച്ചു നോക്കിയാൽ മതി, സെയിം തന്നെയാണ്. അപ്പോൾ സജീവ അഗ്നിപർവ്വതങ്ങൾ ഇന്ത്യയിലുണ്ടോ? ഉണ്ട്. എവിടെയാണ്? ബാരൻ ഐലൻഡ്. എന്താണ്? ബാരൻ ഐലൻഡ്. ഐലൻഡിൻ്റെ മലയാളം എന്താണ്? ഐലൻഡ് മലയാളം എന്തുവാണ്? ദ്വീപ്. അപ്പോൾ എന്താണ്? 1883 നമുക്ക് എന്താണ് ഈ പറയുന്ന
ക്രാക്കറ്റോവ. ഓക്കെ, ക്രാക്കത്തോവ എന്ന് പറയുന്ന അഗ്നിപർവ്വതം ഈ ജാവ സുമാത്ര ദ്വീപുകൾക്കിടയിലുണ്ടായിരുന്നു. അപകടമുണ്ട്. അപ്പോൾ അഗ്നിപർവ്വത സ്ഫോടനങ്ങൾ നമുക്ക് തടയാനാകില്ല. പക്ഷേ എന്ത് ചെയ്യാൻ പറ്റും? നമുക്കതിൻ്റെ തീവ്രത കുറയ്ക്കാൻ പറ്റും. എങ്ങനെ? ചേർന്നുള്ള പ്രദേശങ്ങളിൽ വീട് നിർമ്മാണം, വിനോദസഞ്ചാരം എന്നിവ ഒഴിവാക്കുക. ശാസ്ത്രീയ സംവിധാനങ്ങൾ ഉപയോഗിച്ച് ഇത്തരം മേഖലകൾ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നതിലൂടെ നമുക്ക് ഇതിന് എസ്കേപ്പ് ആവാൻ പറ്റും. ഓക്കെ, അതാണ് സംഭവം. കണ്ടോ, മൗണ്ട് വെസൂവിയസ് ഇതൊരു അഗ്നിപർവ്വതമാണ്. ക്രാക്കത്തോവ ഇപ്പോഴും അതിൻ്റെ ക്രാക്കറ്റോവ അതിൻ്റെ മുമ്പിൽ വേറൊരു പേരും കൂടിയുണ്ട്. ചെറിയൊരു സജീവ അഗ്നിപർവ്വതം ആ സ്ഥലത്ത് ഇപ്പോഴും ഉണ്ട്. അതുപോലെ മൗണ്ട് സെൻറ്റ് ഹെലന. ഓക്കെ, അത് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. എങ്കിലും ഇപ്പോഴും ആൾക്കാർ ഇതാ കണ്ടോ അഗ്നിപർവ്വതങ്ങളുടെ തീരങ്ങളിൽ താമസിക്കാറുണ്ട്. എന്തുകൊണ്ടാണ് ഇവർ അഗ്നിപർവ്വതത്തിൻ്റെ തീരങ്ങളിൽ താമസിക്കുന്നത്? അപ്പോൾ അഗ്നിപർവ്വതത്തിൽ നിന്നും പുറത്തു വരുന്ന ലാവ ഭൗമോപരിതലത്തിലൂടെ വലിയ നദി പോലെ ഒഴുകുന്ന പാതയിലെ സർവ്വ വസ്തുക്കളും ലാവ കത്തിച്ച് ചാമ്പലാക്കുന്നു. ഒപ്പം കറുത്ത പാളിയിൽ അവിടെ എന്ത് ചെയ്യുന്നു? അവശേഷിക്കുകയും ചെയ്യുന്നു. ഒഴുകുന്ന വഴിയിൽ സർവ്വ വസ്തുക്കളെയും ഇതെന്ത് ചെയ്യും? മൂടുന്നു. അങ്ങനെ അഗ്നിപർവ്വത പ്രശ്നങ്ങളെ പറ്റിയിട്ടാണ് പറയുന്നത്. ഓക്കെ, എന്നാൽ ശ്രദ്ധിച്ചോ, മാച്ചോട്ടെ. ഓക്കെ, തൽക്കാലം ഞാൻ ഇംഗ്ലീഷിലോട്ട് വരാം. ഓക്കെ, നോക്കിക്കോ. അപ്പോൾ നോക്കിയോ, സ്റ്റിൽ പീപ്പിൾ പ്രിഫർ ടു ലീവ് ഇൻ ദ വോൾക്കാനിക് റീജിയൻ ഈവൻ ദോ വോൾക്കാനോസ് ആർ ഡേഞ്ചറസ്. എന്തുകൊണ്ടാണ്? ദ ആഷസ് ഫ്രം ദ വോൾക്കാനോസ്. അപ്പോൾ എന്തുകൊണ്ടാണ് അപ്പോൾ ആൾക്കാർ അവിടെ പോയി താമസിക്കുന്നത് എന്നുള്ള കാര്യമാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ എന്തുവാണ് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വോൾക്കാനോയിൽ നിന്ന് വരുന്ന ചാരം എന്താണ്? ഫെർട്ടൈൽ ആയിട്ടുള്ളൊരു സാധനമാണ്. ഓക്കെ, ഇതെന്താണ്? ഇത് ഫെർട്ടൈലാണ്, ഇവിടെ കൃഷി ചെയ്യാൻ അനുയോജ്യമാണ്. സോ എന്താണ്? ഇവിടെ നല്ല രീതിയിൽ കൃഷി ചെയ്യാൻ പറ്റും. അപ്പോൾ കൃഷിക്ക് അനുയോജ്യമായ മണ്ണുള്ളത് കൊണ്ടാണ് ആൾക്കാർ ഇവിടെ താമസിക്കുന്നത്. കാരണം നല്ല വിളവ് കിട്ടിയാലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ജീവിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ വോൾക്കാനിക് ആക്ടിവിറ്റീസ് നമുക്ക് മനുഷ്യർക്ക് ഉപയോഗപ്രദമാക്കാൻ പറ്റും. എങ്ങനെയൊക്കെ? ജിയോ തെർമൽ എനർജി ഈ പറയുന്ന സമയത്ത് റിലീസ് ചെയ്യും. നമുക്കതിനെ എന്താക്കി മാറ്റാൻ പറ്റും? വൈദ്യുതിയാക്കി മാറ്റാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ചോദിക്കും എങ്ങനെ? അപ്പോൾ നമ്മുടെ ഭൂമിയിൽ പല സ്ഥലങ്ങളിലും സർഫസിലോട്ട് വന്നിട്ടില്ലെങ്കിലും ഈ ചെറിയ വശങ്ങളിലായിട്ട് ഈ മാഗ്മ വന്നിരിപ്പുണ്ട്. എന്ത് വന്നിരിപ്പുണ്ട്? മാഗ്മ. അപ്പോൾ ഈ മാഗ്മയുടെ ചുറ്റും എന്താണ്? നല്ല ചൂടാണ്. അപ്പോൾ ഈ ചൂട് ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ടർബൈനുകളെ കറക്കാൻ പറ്റും. അതായത് നമ്മുടെ ഹൈഡ്രോ പവർ പ്ലാന്റുകളിൽ ടർബൈൻ കറക്കുന്ന പോലെ ഈ പറയുന്ന വെള്ളം, അതായത് ഇതിനടുത്തുള്ള വെള്ളത്തിന് നമുക്ക് നീരാവിയാക്കി മാറ്റിയിട്ട് ആ നീരാവി ഉപയോഗിച്ച് നമുക്ക് ടർബൈനുകൾ കറക്കിയിട്ട് അവിടെ നിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ പറ്റും. നമ്മൾ ഇതിനെ ജിയോ തെർമൽ എനർജി എന്ന് വിളിക്കും. എന്ത് വിളിക്കും? ജിയോ തെർമൽ എനർജി എന്ന് വിളിക്കും. അടുത്ത ലാവ മിനറലുകൾ സമ്പുഷ്ടമായിട്ടുള്ളതാണ്. ആ മിനറലുകൾ നമുക്ക് ഭൂമിയിലോട്ട് എത്തിക്കാൻ പറ്റും. അവിടെ നിന്ന് നമുക്ക് മിനറൽ ഹാർനസ് ചെയ്യാനായിട്ട് പറ്റും. ഇനി ടൂറിസത്തിലൂടെ നമുക്ക് ഈ പറയുന്ന എന്താണ് വോൾക്കാനോയിൽ നിന്ന് നമുക്ക് ഗുണങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. ഇപ്പോൾ ടൂറിസം എന്ന് പറഞ്ഞ് ചെന്ന് കയറുമ്പോൾ നോക്കി കണ്ടുമൊക്കെ പോകണം. അത്രയേ ഉള്ളൂ സംഭവം. അപ്പോൾ ഇതാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കുന്നത്. ഓക്കെ അല്ലേ? ഇതൊന്നും വിശദീകരിക്കേണ്ട ആവശ്യമില്ലല്ലോ. അഗ്നിപർവ്വത പ്രദേശങ്ങളിൽ നിന്നും പുറത്തുള്ള ഭൗമതാപ ഊർജം ചിലയിടങ്ങളിൽ വൈദ്യുതി നിർമ്മാണത്തിന് ഉപയോഗിക്കാൻ പറ്റും. നമ്മുടെ ഇന്ത്യയിൽ മണികരൺ എന്ന് പറയുന്ന ഒരു ഗീസറുണ്ട്. ഗീസർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചൂട് വെള്ളം വരുന്ന സ്ഥലമാണ്. നിങ്ങൾ ഹരിയാനയിലാണെന്നാണ് ഹരിയാനയിലും ഹിമാചൽ പ്രദേശിലോ ആണ്. അതായത് അവിടെ എപ്പോഴും വെള്ളം എന്തായിരിക്കും? ചൂട് വെള്ളമാണ്. സിഖ് മതക്കാരുടെ ഒരു ആരാധനാലയമൊക്കെ ഇവിടെ ഉണ്ട്. അതായത് നമ്മളിപ്പോൾ ചോറുണ്ടാക്കണമെങ്കിൽ എന്ത് ചെയ്യാം? ഈ വെള്ളത്തിന് അങ്ങ് എടുത്താൽ മതി. എന്നുവെച്ചാൽ ഓൾറെഡി തിളച്ച വെള്ളമാണ്. ചായ ഉണ്ടാക്കണം, ഈ വെള്ളം എടുത്ത് ചായ ഇടാം. ചൂടാക്കണ്ട. ഭൂമിയിൽ ഈ പറയുന്ന മാഗ്മയിൽ നിന്നുള്ള ചൂട്. യെല്ലോ സ്റ്റോൺ നാഷണൽ പാർക്ക് USA, യൂട്യൂബിൽ നടിച്ചു നോക്കുക, നിങ്ങൾക്ക് പറയുന്ന ജീസസ് കാണാനായിട്ട് പറ്റും. അപ്പോൾ ലാവ ധാതുക്കൾ കൊണ്ട് സമ്പുഷ്ടമാണ്. അപ്പോൾ ലാവ ഉപയോഗിക്കാൻ പറ്റും. വിനോദസഞ്ചാരികളെ അട്രാക്ട് ചെയ്യാനും പറ്റും. അപ്പോൾ ഇതൊക്കെയാണ് സംഭവം. ഇതൊക്കെയാണ് നമുക്ക് എന്തിനെ പറ്റി അറിഞ്ഞിരിക്കേണ്ടത്? വോൾക്കാനോയെ പറ്റി അറിഞ്ഞിരിക്കേണ്ടത്. അപ്പോൾ അടുത്ത് വരുന്ന എന്തുവാണ്? ഭൂചലനത്തെ പറ്റി കുറച്ചധികം പോയിട്ട് പറയാനുണ്ട്. അപ്പോൾ ഇന്ന് തൽക്കാലം എന്ത് പറയുന്നില്ല. അടുത്ത ക്ലാസ്സിൽ പഠിക്കും. ഓക്കെ, അപ്പോൾ ക്ലാസ് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ അടുത്ത ടോപ്പിക്കായിട്ട് കാണാം.